Good evening, all of you. Good I hope evening, sir. so. I welcome all of you to this session. This will be the 21st day of this course. So today we are going to discuss a few advanced phrases, Anna. It's just one little harmless white lie. No harm, no foul. It's just one little harmless white lie. No harm, no foul. It's just one little harmless white lie. No harm, no foul. അതിലൊരു ലൈ ഉണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ വന്നത്. ആ ലേഡി പറഞ്ഞു തന്നെ അയാൾ എന്തോ ഐ ഡോണ്ട് വാണ്ട് ടു ലൈ എന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് വൺ ലിറ്റിൽ ഹാംലെസ് വൈറ്റ് ലൈ, നോ ഹാം നോ ഫൗൾ എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് വൈറ്റ് ലൈ? What is white lie? Have you ever heard of this word before? Nasira? No, no, sir. You are hearing this first time, no? Anybody Yeah. know? Anybody knows the meaning of white lie? ശുദ്ധ നുണ. No, no. ശുദ്ധ നുണ. ശുദ്ധ നുണയല്ല. ശുദ്ധ നുണ കല്ല് വെച്ച നുണ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വേറെന്തോന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇത് വൈറ്റ് ലൈ എന്ന് പറഞ്ഞു Telling കഴിഞ്ഞാൽ lies. ആക്ച്വലി ഇറ്റ്സ് ലൈ ബട്ട് ഹാംലെസ് ലൈ. ഓക്കെ, അതായത് നമ്മൾ നുണയാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ചെറിയ നുണയില്ലേ, അതിനാണ് വൈറ്റ് ലൈ എന്ന് പറയുന്നത്. എസ്പെഷ്യലി എ സ്മോൾ ലൈ told to be nice or not hurt someone's feelings. ഇപ്പൊ നമ്മൾ പിള്ളേരൊക്കെ പറയില്ലേ, നുണ പറയാൻ പാടില്ല എന്ന് പറയുമെങ്കിലും കുറച്ചൊക്കെ വൈറ്റ് ലൈ കുറച്ചൊക്കെ ആവാം എന്ന് നമ്മൾ പറയാറുണ്ട്. ഐ മീൻ ദ ലൈ which won't hurt anybody, ആരെയും anybody's feeling, anybody or anybody's feeling, മറ്റുള്ള ആളുകളുടെ വികാരത്തെ എന്താ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള അല്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരാൾക്ക് നഷ്ടം വരുത്താത്ത രീതിയിലുള്ള ചെറിയ കൊച്ചു കൊച്ചു നുണകളെ നമുക്ക് വൈറ്റ് ലൈ എന്ന് പറയാം. ഉപദ്രവകരമല്ലാത്ത നുണ, ദാറ്റ് ഈസ് വൈറ്റ് ലൈ. നിരുപദ്രവപരമായ നുണ, ദാറ്റ് ഈസ് വൈറ്റ് ലൈ. ഓക്കെ, ഇവിടെ തന്നെ എക്സാമ്പിൾ ഒന്ന് വായിച്ചേ സാറ വർഗീസ് പ്ലീസ്. She told a white lie about liking the gift. അപ്പൊ ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഷി ടോൾഡ് എ വൈറ്റ് ലൈ. അവൾ എന്ത് പറഞ്ഞു? ഒരു നിരുപദ്രവകരമായ ഒരു നുണ പറഞ്ഞു. നമ്മൾ ഈ നുണയെ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് നമ്മൾ ഭയങ്കര കല്ലുവെച്ച നുണ പറയുക എന്നൊരു ഫ്രേസ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? Why would you waste those crocodile tears outside his room? He should see them. Why would you waste those crocodile tears outside his room? He should see them. Why would you waste those crocodile tears outside his room? He should see them. എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടോ? Crocodile tears. ക്രോക്കഡൈൽ എന്ന് പറയുന്നില്ല, ക്രോക്കഡൈൽ. Why would you waste crocodile tears outside his room? ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത്. യെസ്, എന്താ ഈ ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുതലക്കണ്ണീർ. Why would you waste those crocodile tears outside his room? Why would you waste those crocodile tears outside his room? അയാളുടെ റൂമിന്റെ പുറകെ ഇരുന്നിട്ട് നീ എന്തിനാണ് ഈ ക്രോക്കഡൈൽ ടിയേഴ്സ് വേസ്റ്റ് ആക്കുന്നത്? നീ എന്തിനാണ് മുതലക്കണ്ണീർ, അല്ലെങ്കിൽ മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ കള്ളക്കരച്ചിൽ നടത്തുന്നതിനാണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. ക്രോക്കഡൈൽ ടിയേഴ്സ് പറഞ്ഞാൽ കള്ളക്കരച്ചിൽ, അല്ലെങ്കിൽ എന്താണ് പറയാ, വേറെന്താ മലയാളം ഉണ്ടോ അതിന്? മുതലക്കണ്ണീർ, അതിന്റെ മലയാളമാണ്. യെസ്, അപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നതിനെയാണ് ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയാറുള്ളത്. അപ്പൊ നീ എന്തിനാ വെറുതെ പുറത്ത് നിന്നാണ് വെറുതെ ഇങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കി വേസ്റ്റ് ആക്കുന്നത് എന്തിനാണ്? Why would you waste those crocodile tears outside his room? എന്തിനാ പുറത്തിരുന്നിട്ട് വെറുതെ കള്ളക്കരച്ചിൽ കരയുന്നത് എന്നാണ് അവർ ചോദിച്ചത്. ഓക്കെ, സോ ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ടിയേഴ്സ് ഓർ പ്രിറ്റൻഡിങ് ടു ബി സാഡ്. നമ്മൾ ദുഃഖം ഉണ്ടെന്ന് കാണിക്കുക അല്ലേ. ഇപ്പൊ ചില മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാം, ചില ആൾക്കാർ ഓടി വരുന്നു, വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നു, എന്നിട്ട് എവിടെയാണ് മരിച്ചു കിടക്കുന്ന ആളെ നോക്കുന്നു, ഓടി പിന്നെ ഒരു കരച്ചിലാണ്, വീഴലാണ്, ഉരുളലാണ് അല്ലേ. സോ അതൊരു രീതിയാണ് എന്ന രൂപേണ കരച്ചിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്രോക്കഡൈൽ ടിയേഴ്സ് ആണ് അവർ ഒഴുക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരുണ്ട് അവരെപ്പോഴും ക്രോക്കഡൈൽ ടിയേഴ്സ് ഒഴുക്കുന്ന ആൾക്കാരായിരിക്കും. ഐ മീൻ they cry fake or they pretend to be sad but actually they were not. Okay, Kalesh Kumar, ഈ എക്സാമ്പിൾ ഒന്ന് വായിക്കാവോ? He cried crocodile tears after getting caught cheating. Okay. Cheating പിടിച്ചതിനെ തുടർന്ന് അവൻ മുതലക്കണ്ണീർ ഒഴുക്കി. No. He cried crocodile tears. കള്ളക്കരച്ചിൽ കരഞ്ഞു അവൻ അല്ലേ. ആഫ്റ്റർ ഗെറ്റിംഗ് കോട്ട് ചീറ്റിംഗ്, അതായത് ചതിക്കുന്ന സമയത്ത്, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ടു. അപ്പൊ ഓക്കെ, Just walk away? This is a wild goose chase and it's not helping our department's reputation. We should off look. Just walk away? This is a wild goose chase and it's not helping our department's reputation. We should off look. അതേ പറയുന്നു നോക്കി. This is a wild goose chase and it's not helping our department's reputation. We should off look.
Walk away? This is a wild goose chase and it's not helping our department's reputation. We should off look. This is a wild goose chase and it's not helping our department reputation. എന്താണ് വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? Not useful. ഓൾമോസ്റ്റ് ഓക്കെ. ഈ ഗൂസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഗൂസ് ഈ വാത്തുപെട്ട അല്ലെങ്കിൽ താറാവ്. താറാവ് വിഭാഗത്തിൽപ്പെട്ടത് ഗൂസ് എന്ന് പറയുന്നത് അല്ലേ? Yeah. ഓക്കെ. ഈ വൈൽഡ് ഗൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാട്ടുകോഴിയില്ലേ, കാട്ടുകോഴി, കാട്ടിലെ കോഴീനെ നമുക്ക് വൈൽഡ് ഗൂസ് എന്ന് പറയാം. വൈൽഡ് ഗൂസ് ചേസ്, കാട്ടുകോഴിന്റെ ചേസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാട്ടുകോഴിനെ കണ്ടിട്ടുണ്ടോ? ഫോറസ്റ്റിന്റെ അരികിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കറിയാം, വയനാട്ടിൽ ഇടുക്കിയിലൊക്കെ സ്പെഷ്യലി കാണാം. നമ്മളെ സാധാരണ നാട്ടിലെ കോഴീനെ പോലെ കാട്ടുകോഴി നമ്മുടെ വീടുകളിലേക്കൊക്കെ വരും. കാട്ടുകോഴീനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തൊരു സിമ്പിളൻ, ഒന്ന് പിടിച്ച് കറി വെക്കാന്ന് കരുതിയിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ പിടിക്കാൻ പോകും. അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുക നമ്മൾ വിചാരിച്ച മാതിരിയല്ല. സാധാ കോഴിനേക്കാളും പെട്ടെന്ന് നല്ല ഉയരത്തിൽ പറക്കാനും ചാടാനും പെട്ടെന്ന് ഓടാനൊക്കെ പറ്റുന്ന സാധനമാണ്. അപ്പോൾ വൈൽഡ് ഗൂസിനെ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി എന്താകും? ഒരു വിഫല ശ്രമമാവും. ഫ്രൂട്ട്ലെസ് അറ്റംപ്റ്റ് ആണത് അല്ലേ? ഫ്രൂട്ട്ലെസ് അറ്റംപ്റ്റ് അല്ലേ? Yes. യെസ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഫ്രൂട്ട്ലെസ്, ഒരു യൂസ്ലെസ് അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് വാസ് എ വൈൽഡ് ഗൂസ് ചേസ്. നിങ്ങളൊരു ശ്രമം നടത്തി ആൻഡ് യു ഫെയിൽഡ് ഇറ്റ്. ഓക്കെ, that means if you make a foolish attempt for doing something, then you can say that it's a wild goose chase or it was a wild goose chase. ആരെങ്കിലും ഒരു വിഫലമായ ശ്രമം നടത്തി, അപ്പൊ നിങ്ങൾ പറയും അവൻ നടത്തിയത് എന്താണ്? ഇറ്റ് വാസ് എ വൈൽഡ് ഗൂസ് ചേസ്. എക്സാക്ട്ലി ഇവിടെ കാട്ടുകോഴി അല്ല ഉദ്ദേശിക്കുന്നത്, നടക്കാത്ത നിങ്ങളുടെ ഒരു ശ്രമമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. മിസ്റ്റർ പ്രദ്യു, ഇതൊന്ന് വായിച്ചതിന്റെ മീനിങ് ഒന്ന് പറയാമോ? Wild goose chase, a foolish and unless useless search. എക്സാമ്പിൾ. Example, trying to find treasure was a wild goose chase. എന്താ അതിന്റെ മലയാളം? നിധി തിരയാൻ വേണ്ടി നടത്തിയ ശ്രമം വിഫലമായിരുന്നു, വിഫലമായി. ഒരു ഫൂളിഷ് അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, അതെ. യെസ്, ഗുഡ്. Thank you, sir. സോ നെക്സ്റ്റ് മിസ് ഗീത നായർ. Remember this place back in the day? എന്തെങ്കിലും മനസ്സിലായോ മിസ് ഗീത നായർ? Back in the day. യാ, Remember this place back in the day? I remember this place back in the day. പ്ലേസ് ഓർമ്മ I remember back in the day. Okay, back in the day എന്ന് പറഞ്ഞാൽ long time ago or in the past. അത്രേ. Back in the day. ഇപ്പൊ നമ്മൾ back then പറഞ്ഞ പ്രയോഗം ഉണ്ട് ഇംഗ്ലീഷിൽ. back then നമ്മൾ പറയണം അപ്പൊ അക്കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ പറയാം. അക്കാലത്ത് ഞാൻ ഭയങ്കര സുന്ദരനായിരുന്നു. അപ്പൊ അക്കാലത്ത് back then എന്നാണ് ഇംഗ്ലീഷിൽ. back then I was handsome. back then. Okay, back then I used to do like that or something like that. Okay, back then. ഇപ്പൊ നമ്മൾ പറയുന്നത് back in the day, ഇങ്ങനെ പ്രയോഗം ഉണ്ട് ഇംഗ്ലീഷിൽ. back in the day. എല്ലാവരും പറഞ്ഞാൽ back in the day. ബാക്ക് ഇൻ ദ Back ഓക്കെ, എന്താണ് ധനുജ back in the day എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ. in the past അല്ലെ? പണ്ട് ലോങ് ടൈം ago, ഒരുപാട് മുമ്പ് അല്ലെങ്കിൽ പണ്ട്, in the past. ഓക്കെ, ഇത് വായിക്കൂ. എക്സാമ്പിൾ വായിച്ചിട്ടൊന്ന് മലയാളം പറയാം. Back in the day, we didn't have mobile phones. യെസ്. പണ്ട് മൊബൈൽ ഫോണുകൾ ഇല്ലായിരുന്നു. യെസ്, പണ്ട് ഞങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ ഇല്ലായിരുന്നു. ബാക്ക് ഇൻ ദ ഡേ വി ഡിഡ്ന്റ് ഹാവ് മൊബൈൽ ഫോൺ. ഓക്കെ നസീറ, പണ്ട് അല്ലേ? എന്താ അതിന്റെ ഒരു ഇംഗ്ലീഷ് പറ, ഒരു യൂസേജ് പറ. Back in the day. ബാക്ക് ഇൻ ദ ഡേ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, സ്വപ്ന കണ്ണൻ, പ്ലീസ് ലിസൺ ടു ദിസ് വൺ. I asked it for 3, Bob's your uncle. Wow, maybe I should just hire you. ആദ്യത്തെ അങ്ങ് വിട്ടേക്ക്. അദ്ദേഹം എന്താ പറയുന്നത്? I asked it for 3, Bob's your uncle. Wow, maybe I should just hire you. ബെസ്റ്റർ ഓഫ് 3 എന്ന് അങ്ങനെ എന്താ പറയുന്നുണ്ട്. I asked it for 3, Bob's your uncle. Wow, maybe I should just hire you. I asked it for 3, Bob's your uncle. Wow, maybe I should just. എന്തെങ്കിലും മനസ്സിലായോ സ്വപ്ന? നോ. ഓക്കെ, ബോബ്സ് യുവർ അങ്കിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ബ്ലാസ്റ്റർ ഓഫ് 3 എന്ന് പറയുന്നുണ്ട്. ബ്ലാസ്റ്റർ ഓഫ് 3, ബോബ്സ് യുവർ അങ്കിൾ. I asked it for 3, Bob's your uncle. മൂന്നെണ്ണത്തിനെയും ബ്ലാസ്റ്റർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റഡ് മീൻസ് ശക്തമായിട്ട് വിമർശിക്കും. 3 പേരും നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിമർശിച്ചു എന്നോ അവരെ പരാജയപ്പെടുത്തിയെന്നോ അവർക്ക് എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണ്ട ബോബ്സ് യുവർ അങ്കിൾ. വാവ്, മേ ബി ഐ ഷുഡ് ജസ്റ്റ് ഹയർ യു. അപ്പൊ ഇയാൾ പറയാം എന്നാ നിന്നെ ഞാൻ ചിലപ്പോ എടുക്കും, എന്റെ കൂട്ടത്തിൽ എടുക്കും. I asked it for 3, Bob's your uncle. Wow. പക്ഷെ ഇവിടെ പ്രശ്നം ആ സിനിമ കണ്ടാലേ അറിയുള്ളൂ അവരെന്താ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഫ്രേസ് കിട്ടിയിട്ടുണ്ട്, ബോബ്സ് യുവർ അങ്കിൾ. ഇത് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ശരിക്കും അഡ്വാൻസ്ഡ് ഫ്രേസ് ഒന്നും. ഓക്കെ, ബോബ്സ് യുവർ അങ്കിൾ എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്താ സംഗതി മുമ്പ് കേട്ടിട്ടുണ്ടോ? No, sir. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥം ഇതിനുള്ളത്. ബോബ്സ് യുവർ അങ്കിൾ എന്ന് പറയുന്നത് അതിന്റെ എറ്റിമോളജി പോകുന്നുണ്ട്. അതിന് മുമ്പേ
നമ്മൾ ഇറ്റ്സ് ഈസി ഓർ ഡൺ എന്നാണ് അർത്ഥം. ഇപ്പം ഞാൻ നിങ്ങളോട് കാര്യം ചെയ്യാൻ പറയുകയാണ്, നിങ്ങളത് അങ്ങനെ ചെയ്യൂ, എന്നിട്ട് ഇങ്ങനെ ചെയ്യൂ, ഓക്കെ, എന്നിട്ട് ആ ഒരു സ്റ്റെപ്പുകൾ ചെയ്യൂ, ബോബ്സ് യുവർ അങ്കിൾ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. മലയാളത്തിൽ നമ്മൾ കഴിഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറയില്ലേ, അതിനാണ് ബോബ്സ് യുവർ അങ്കിൾ. ഡൺ എന്ന് പറയില്ല, ഇംഗ്ലീഷിൽ ഡൺ. കുറെ കാര്യങ്ങൾ ഓക്കെ, ഇപ്പൊ ഡൺ, ദാറ്റ് മീൻസ് ബോബ്സ് യുവർ അങ്കിൾ എന്ന് പറഞ്ഞാലും മതി, ഡൺ എന്നതിന് പകരം. ഇവിടെ നോക്കിയ ഒരു എക്സാമ്പിൾ, ഓപ്പൺ ദ ആപ്പ് തുറക്കുക, ടാപ്പ് സ്റ്റാർട്ട്, സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ബോബ്സ് യുവർ അങ്കിൾ, അത്രേ ഉള്ളൂ, ഡൺ. മനസ്സിലായല്ലേ? അപ്പൊ എന്താണ് ബോബ്സ് യുവർ അങ്കിൾ എന്ന് പറഞ്ഞാല്? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ശരി. That's it. Or it's easy, done. That's it എന്ന് പറയില്ല നമ്മൾ, that's it or done. Done എന്ന് പഠിച്ചു. ബോബ്സ് യുവർ അങ്കിൾ ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനോ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്തോ ആയിരുന്നു തോന്നുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു ഇഡിയമാണ്. അതിനെന്തോ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ ആരോ നീസിനെ ആരെയോ അദ്ദേഹം അനധികൃതമായിട്ടൊരു സ്ഥാനം നൽകി. ആ ഒരു നെപ്പോട്ടിസം ആണ് അവിടെ നടന്നത്. ബട്ട് അങ്ങനെ അതിനെ ആളുകൾ കളിയാക്കിയിട്ട് ബോബാണ് അങ്കിൾ എങ്കിൽ കാര്യങ്ങൾ വളരെ ഈസി ആണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വളരെ ഒരു കുറെ സ്റ്റെപ്സുകൾ പറഞ്ഞ് അത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു എന്ന് പറയാൻ ബോബ്സ് യുവർ അങ്കിൾ എന്നൊരു പ്രയോഗം രൂപപ്പെട്ടു വന്നു. ഒരു ഇഡിയം, ഒരു ശൈലിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തോ ഒരു ചരിത്രം അതിനകത്തുണ്ട്, എറ്റിമോളജി. ആക്ച്വലി ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി വാട്ട് വാസ് എ സ്റ്റോറി, ബിക്കോസ് ഐ ഹേർഡ് ദിസ് വേർഡ് ഫസ്റ്റ് when I was studying in my degree classes. Bob's your uncle means എന്താ അതിന്റെ മീനിങ്? എന്താ Bob's your uncle? That's it. That's it. Okay, 10. Yes, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാ ഇഡിയംസിനും ഓരോ കഥകൾ ഉണ്ടെന്ന് തോന്നുന്നില്ലേ സാർ? എല്ലാ ഇഡിയംസിനെല്ലാം കഥകളുണ്ട്. ബിക്കോസ് ഇഡിയംസ് ഉണ്ടാകുന്നത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റോറിയിൽ നിന്നോ എന്തെങ്കിലും ഒരു അനക്ഡോട്ടിൽ നിന്നോ, ചിലപ്പോൾ റിയൽ ലൈഫ് സ്റ്റോറി ആവാം, ചിലപ്പോൾ എന്തെങ്കിലും മിത്തോളജി റിലേറ്റഡ് ആവാം. എന്തെങ്കിലും മിത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മിത്തോളജിയിൽ നിന്ന്, ഗ്രീക്ക് മിത്തോളജി എന്നൊക്കെ വന്നിട്ടുള്ള കുറെ ഇഡിയംസ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. പിന്നെ ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്ത് ഡസനാണ് 13 പറയുന്നത്? ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഡസൻ 13. അതൊരു ഹിസ്റ്റോറിക്കൽ ഈവന്റിൽ നിന്ന് 13 പറഞ്ഞ നമ്പർ വേണ്ടിയിട്ട് ബേക്കേഴ്സ് ഡസൻ എന്ന് പറയാം. സാധാരണ ഡസൻ 12, ബേക്കേഴ്സ് ഡസൻ 13 സംഖ്യ. അപ്പൊ അതിനൊരു ചരിത്രമുണ്ട്. അതുപോലെ ഇപ്പൊ അഖിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വീക്ക്നെസ്. ഇപ്പൊ അനിൽകുമാറിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അഖിലസ് ഹീൽ ഇസ് ലവ്. അപ്പൊ അഖിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്. ഇതിന് മിത്തോളജിയുമായി ബന്ധമുണ്ട്. അപ്പൊ മിത്തോളജി എന്നാവാം സ്റ്റോറി, അതിനെയാണ് ഇഡിയം എന്ന് പറയുന്നത്. ബട്ട് ഫ്രേസസ് അങ്ങനെയല്ല. ഫ്രേസസ് അല്ലാതെ തന്നെ ഭാഷയിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് കാലങ്ങളായി രൂപം കൊടുത്താവാം, കോയിൻ ചെയ്തതാവാം. അതുകൊണ്ടാണ് ഫ്രേസ് എന്ന് പറയുന്നത് ഇഡിയം എന്ന് പറയുന്നത്. ഇഡിയംസ് എസ്പെഷ്യലി ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള, മിത്തോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചരിത്രം അതിന്റെ പുറകിലുണ്ടാവും. അതിന്റെ എറ്റിമോളജി അങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.